എല്ലാരും ഉണ്ട്. ആളില്ല, കുട്ടി വന്നില്ല. സുഖാണോ? അപ്പൊ മേഡനെ പറ്റി 2 വാക്ക് സന്തോഷത്തോടെ 2 വാക്ക് പറയുക, ഒരാശംസ. ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഒരുപാട് സന്തോഷം. ഇവരുടെ പ്രണയം മുന്നേ തന്നെ അറിയായിരുന്നോ? ഞങ്ങൾ പരിചയപ്പെട്ടപ്പോൾ അറിയാം. എത്ര കാലമായി മേഡനെ അറിയാം? 1 വർഷം? അങ്ങനെ അറിയില്ല, കുറച്ച് നാളായിട്ട്. അതല്ലേ. ചേട്ടാ ആശംസ, 2 വാക്ക് ആശംസ. വിവാഹം കഴിച്ച 2 പേർക്കും ആശംസ. എങ്ങനെ ലളിതമായ വിവാഹത്തെ പിന്നെ ഞങ്ങളുടെ ഫാമിലിയിലും ഒക്കെ ലളിതമായിട്ടുള്ള ചടങ്ങല്ലേ നല്ലത്. എപ്പോഴും നമ്മൾ വലിയ വലിയ കാര്യങ്ങളല്ല പറയണേ, എന്നാലും അത്തരം കിട്ടുന്ന കാശൊക്കെ നമുക്ക് സ്വർണത്തിനൊക്കെ ഭയങ്കര വില, ലക്ഷങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് സേവ് ചെയ്ത് വെച്ചിരുന്നാൽ പിന്നീട് നമുക്ക് ചെറിയ യാത്രകളൊക്കെ പോകാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ കൊടുക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമല്ലോ. അങ്ങനെ വലിയ അറിവല്ലേ ഇത്. ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്താ ചേട്ടാ, ഞങ്ങൾക്ക് വൈറ്റ് കിട്ടില്ല. എന്തൊക്കെയുണ്ട് വിശേഷം? ചേച്ചി പോലെ ഈ സിമ്പിൾ ആയിട്ടുള്ള വിവാഹത്തെ കുറിച്ചിട്ട് എന്താ പറയുള്ളത്? വളരെ ഈ കാലഘട്ടത്തിൽ ഒരു മാരേജ് കഴിക്കാറിന് ഭയങ്കര വലിയ ചെലവല്ല. സ്വർണത്തിനൊക്കെ എന്താ ചെലവ്, വില? അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി, ഇഷ്ടമില്ലാത്തവർ വേണ്ട. ഈ പാവപ്പെട്ടവർക്ക് വിവാഹം കഴിക്കാൻ ഭയങ്കര പൊള്ളുന്ന വിലയാണ്. പാവപ്പെട്ടവർ പണക്കാരനൊന്നുമില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. ചിലർക്ക് സ്വർണ്ണം ഇടണമെന്ന് ആഗ്രഹം ഉണ്ടാവും, അപ്പോൾ ഒരു കടമടിച്ചാൽ സ്വർണ്ണം ഇടും. ഇതൊന്നും ആഗ്രഹമില്ലാത്തവരുണ്ടാവും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നടക്കും. അതിലല്ല കാര്യം, 2 പേരും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് കല്യാണം. സാധാരണക്കാർക്കാണ് സ്വർണ്ണത്തോട് കൂടുതൽ താല്പര്യം. അതെനിക്ക് വലിയ താല്പര്യമില്ല. സ്വർണ്ണം ഇടാറില്ല. വാക്ക് വേടനെ കുറിച്ചിട്ട്. വേടൻ എന്താ പറയുക, ഞാൻ എന്തൊക്കെയാണോ സമൂഹത്തിൽ മനുഷ്യരിൽ കാണാൻ ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മളൊരു ഇന്ത്യക്കാരെന്നുള്ള നിലക്ക് എന്താ പറയുക, പലരും പറയാൻ മടിക്കുന്ന ആ മാനവികതയുടെ അതിനുവേണ്ടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അത് വളരെ ചെറുപ്പത്തിലേ ചെയ്യുന്നെന്നുള്ളതാണ് വേടനോടുള്ള ഏറ്റവും വലിയ പ്രിയം. പിന്നെ അദ്ദേഹം വെറുതെ കുറേ വരികൾ പാടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാനായ പോലെ ഞാനൊക്കെ ഒരു കാലത്ത് നമുക്ക് ആ കിട്ടിയ ചാൻസിൽ കുറേ വരികൾ അതിൻ്റെ ഇന്നർ മീനിങ് എന്താണോ, അല്ലെങ്കിൽ ഇതുകൊണ്ട് സമൂഹത്തിന് എന്ത് ഗുണമുണ്ട് എന്നൊന്നും നോക്കാതെ പാടിയ പാട്ടുകളും ഉണ്ട്. എന്നാൽ നമ്മൾ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള പാട്ടുകളൊക്കെ എഴുതുകയും പാടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ വേണം തുടക്കത്തിലെ മൂർച്ചയുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വേണ്ടിയില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു പഴയ പൈതൃകമുണ്ട്. ആ മതിലുകളില്ലാതെ മനുഷ്യൻ മനസ്സുകൊണ്ട് മനസ്സ് ഓർത്ത് ജീവിച്ച ആ കാലത്തെ തിരികെ കൊണ്ടുവരാൻ, എല്ലാ മനുഷ്യരും തുല്യരാണെന്ന് തെളിയിക്കാനുള്ള ഒരു വിപ്ലവകരമായ മാറ്റത്തിന് വേണ്ടിയുള്ള പ്രയത്നം. അതാണൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കലാകാരൻ എന്താണോ ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ് നടന്ന് അണച്ചു വന്നുകൊണ്ടാട്ടോ ഇങ്ങനെ പറയുന്നത്. പിന്നെ അതുകൊണ്ടാണ് വേടനായിട്ടുള്ള ഒരു ഈ ബ്രദർഹുഡ് ഞാൻ സൂക്ഷിക്കുന്നത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ പുള്ളി മാറിയത്. പിന്നെ പണ്ടേ നമ്മളെ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അദ്ദേഹവും നമ്മളെ പാട്ടുകളൊക്കെ കേട്ടിരുന്നു. പാട്ട് കേൾക്കാത്ത മലയാളികളില്ലല്ലോ. അങ്ങനെ പറയാനൊന്നുമില്ല, എന്നാലും അദ്ദേഹത്തെ പോലുള്ള ചിന്തിക്കുന്ന ആളുകളൊക്കെ കേട്ടെന്ന് അറിയുമ്പോൾ വലിയ സന്തോഷമാണ്. പിന്നെ ഞങ്ങൾ എന്താ പറയുക, കണ്ടുമുട്ടിയതിന് ശേഷം വളരെ അടുത്ത നല്ല ബന്ധമാണ്. അതുകൊണ്ടാണ് സെലക്റ്റീവായ ആളുകളിൽ എന്നെയും കുടുംബത്തെയും ക്ഷണിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം തുടരട്ടെ അല്ലേ, നന്നായിട്ട് തുടരട്ടെ. നമ്മുടെ നാടിന് ആവശ്യമാണ് ഇതുപോലുള്ള കലാകാരന്മാർ. ഗിഫ്റ്റ് എന്താ കൊടുത്ത? മാരേജ് ഗിഫ്റ്റ് എന്താ കൊടുത്തത്? 2 വരി പാട്ട്. ഞാൻ എന്ത് കൊടുത്തിട്ടെന്താ, അവർക്ക് വേണ്ടി എന്താ പറയാ, ഡെഡിക്കേറ്റ് ചെയ്തല്ലോ. അവരെ നല്ല ലൈഫ് ഉണ്ടാട്ടെ. ഞാൻ അവിടെ ഡെഡിക്കേറ്റ് ചെയ്ത് നിലവേ ഉന്നെ പാടി, എന്നിട്ട് കുറച്ച് വരികൾ വേടന് വേണ്ടി മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് ആ സ്പോട്ടിൽ മാറ്റി പാടി എന്നുള്ളതാണ്. പിന്നെ അത് വേറെ പാടി, വേറൊരെണ്ണം അവർക്ക് വേണ്ടി ഞാൻ പാടാം. ദൈവത്തോടെന്നും ഞാൻ പറയാറുണ്ട് പ്രിയേ, 1000 നന്ദി വാക്കുകൾ
നിന്നെ എൻ്റെ ജീവനായി ചേർത്തതിന് പ്രണയത്തോടെന്നും ഞാൻ കടപ്പാടുണ്ടഴകെ 1000 ജന്മങ്ങളിൽ നിന്നെ എൻ്റെ കൂട്ടിനായി ചേർത്തതിന്. അതാണല്ലോ ഈ ദാമ്പത്യം എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള മാരേജിനെ എങ്ങനെ നോക്കി കാണുന്നു? ഭയങ്കര സിംപ്ലിസിറ്റി. അതാണ്, അതൊരു മാതൃകാപരം എന്ന് തന്നെ പറയണം. അനുകരണീയമായ ഒരു കാര്യം. ഞാൻ ഇപ്പം എൻ്റെ മകൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളൊക്കെ ആയുസോടെ ഉണ്ടെങ്കിൽ എൻ്റെ മക്കളുടെയൊക്കെ കല്യാണം ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ടാകാൻ ഭയങ്കര സംഭവമായിട്ടാണ് ഇത്. പക്ഷേ ഇതൊക്കെ കണ്ടുനോക്കുന്നേരം നമ്മളെ തീരുമാനം നല്ല ശരിയെന്ന് തോന്നിപ്പോവാണ്. വളരെ സിമ്പിൾ ആൻഡ് ബ്യൂട്ടി, പിന്നെ ഭയങ്കര സൈലൻസ്, നല്ല രസമുണ്ട്. പാട്ടുകളുണ്ട്, ബഹളമുണ്ട്, ഭക്ഷണമുണ്ട്, സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്. പക്ഷെ ഒന്നും തള്ളും പരിപാടി അടങ്ങാറൊന്നുമില്ല. നല്ല സമാധാനപരമായ കല്യാണം. ഫുഡ് കഴിച്ചു. പിന്നെ നല്ല ബീഫും അടിപൊളിയായിട്ട്. പിന്നെ അത് പിന്നെ എന്തായാലും വേടൻ്റെ അടുത്ത് ബീഫ് ഉണ്ടാവും എന്ന് എനിക്കറിയാം. നമ്മളത് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുപോലെ ഈ കഴിക്കാതിരിക്കുന്നവർക്ക് അവരെ സ്വാതന്ത്ര്യമുണ്ട്. അതെന്തോ കുത്തി പറയുന്ന പോലെ അല്ലല്ല, തീർച്ചയായിട്ടും കഴിക്കാതിരിക്കുന്നവർക്ക് അത് കഴിക്കാതിരിക്കാം. ഇപ്പൊ ആരോഗ്യപരമായ പ്രശ്നങ്ങളെ കൊണ്ട് കഴിക്കാത്ത എത്രയോ പേരുണ്ട്. എനിക്ക് ഓവറായിട്ട് കഴിച്ചാൽ സ്കിന്നിന് പ്രശ്നമുണ്ട്. രാഷ്ട്രീയപരമായിട്ട് കഴിക്കാതിരിക്കുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ തീരുമാനം പോലിരിക്കും. ഞാൻ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യം കൊണ്ടൊന്നും ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിക്കാണ്ടിരിക്കൊന്നുമില്ല. അങ്ങനെയൊക്കെ ഇന്നലെ കഴിക്കാണ്ട് നമ്മൾ ആരുടെ കട്ട് തിന്നാതിരുന്നാൽ മതി. അതാണ് രാഷ്ട്രീയ നിലപാട്. ഓക്കെ, എന്നാ താങ്ക് യു.